ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയുടെ പാർട്ട് 4 ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബോയും ഹെയർ ക്ലിപ്പാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൺ ടൈം യൂസ് അല്ല, നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് വീതി കൊണ്ടുള്ള സാറ്റിൻ റിബൺ ആണ് കേട്ടോ. 15 സെന്റിമീറ്റർ ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. വിഡ്ത്തൊക്കെയാണ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. രണ്ടറ്റവും ലൈറ്റർ വെച്ചിട്ട് ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചരിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഒരു ഫോൾഡിനുള്ളിൽ ആദ്യം അവിടെ ഗ്ലൂ ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ചരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് മാത്രം ഗ്ലൂ ചെയ്താൽ മതി കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഭയങ്കര കട്ടി പോലെ വരും കേട്ടോ. ഗ്ലൂ ഡ്രൈ ആയിട്ട് ഭയങ്കര കട്ടിയായിട്ട് വരും. പിന്നെ നമുക്ക് അത് മടക്കി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു ഭാഗത്ത് അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് രണ്ട് മടക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഫോൾഡിന്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു ഫോൾഡ് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡ് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ മടക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് കേട്ടോ. അപ്പൊ ഫുള്ള് നമ്മൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഫോൾഡ് കഴിയാറാകുമ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ പറയുന്നതിനേക്കാളും മനസ്സിലാവും കേട്ടോ അത് കാണുമ്പോൾ. അപ്പൊ കുറച്ചൊന്ന് മടക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊന്ന് വിട്ടുപോയാലും അത് അഴിഞ്ഞു പോവില്ല കേട്ടോ. അപ്പൊ നിങ്ങളത് അതുപോലെ ചെയ്യുക. അപ്പൊ ഇനിയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ പിടിക്കുക കേട്ടോ. ആ ഒരു രണ്ട് വിരലിന്റെ ഇടയിലേക്ക് ആ ഒരു ഫ്ലവർ വരുന്ന തരത്തിൽ പിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പൊ ആദ്യം ചെയ്തില്ലേ അതേപോലെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് എനിക്ക് കംഫർട്ട്. അപ്പൊ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചാകുമ്പോഴത്തേനും ഇതേപോലെ മടക്കി എടുക്കുക. അപ്പൊ നമ്മൾ മടക്കുന്നതിനനുസരിച്ചിരിക്കും ഈ ഒരു ഫ്ലവറിന്റെ പെറ്റൽസിന്റെ ഷേപ്പ് വരുന്നത് കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന്റെ അറ്റത്ത് എത്താറാകുമ്പോൾ ഇതുപോലെ ഫ്ലവറിനൊന്ന് നല്ലതുപോലെ പിടിച്ചു കൊടുത്തിട്ട് അറ്റത്ത് ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് താഴേക്കായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഗ്ലൂ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇനി ഈ പുറത്തേക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതേപോലൊക്കെ പുറത്തേക്ക് വരുന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഗ്ലൂ ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഈ ഫ്ലവേഴ്സിന്റെ പെറ്റൽസ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് വിട്ടുപോരും കേട്ടോ. ആ മടക്കിയതൊക്കെ ഇല്ലേ, ആ മടക്കിയതൊക്കെ അങ്ങനെ അഴിഞ്ഞിട്ട് പോരും. അപ്പൊ ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് വെച്ചു കൊടുക്കണം. അപ്പൊ എല്ലാ ഭാഗവും നമ്മൾ തിരിച്ച് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ നോക്കി നോക്കുക. എന്നിട്ട് കറക്റ്റ് ആ പെറ്റൽസിന്റെ ഉള്ളിലൊക്കെ ഗ്ലൂ ചെയ്തിട്ട് ഒരു 3-4 സ്ഥലങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് വിട്ടുപോരില്ല. അപ്പൊ ഒരുപാട് ഗ്ലൂ ചെയ്യരുത്. ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് അത് കാണും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഉള്ളിലേക്ക് ഗ്ലൂ ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. അപ്പൊ ഇതേപോലെ നമ്മുടെ റോസ് ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഫ്ലവറിന്റെ ബാക്കിൽ കാണുന്ന ഈ റിബൺ ഉണ്ടല്ലോ, താഴെ കാണുന്ന ഈ റിബൺ ഇത് ഇതുപോലെ ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതേപോലെ ഉരുക്കി അതിനെ കളയാം. അപ്പൊ നമ്മളുടെ ഇതുപോലത്തെ ഒരു റോസ് ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളറിലുള്ള റിബൺ കൂടെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാവാത്തൊരു ഇതും കൂടെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ മനസ്സിലായൊരു സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പൊ ഇതേപോലെ ഗ്ലൂ ചെയ്തിട്ട് ചരിച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തും ഗ്ലൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ മടക്കിയെടുക്കാം. എന്നിട്ട് ആ ഒരു ഫോൾഡ് കഴിയണതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഗ്ലൂ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫ്ലവറിനെ ആ റിബണിലേക്ക് ഫിക്സ് ചെയ്യുക. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു പോരില്ല കേട്ടോ. നമ്മളൊന്ന് കൈയൊന്ന് എടുത്താലും അത് അഴിഞ്ഞു പോരില്ല കേട്ടോ ഇത്രയും ഭാഗം. ഇനി ബാക്കിയുള്ള ഭാഗം പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഓരോ പെറ്റൽസിന്റെ ഇടയിലായിട്ട് ഇപ്പൊ ചെയ്തു പോകുമ്പോൾ തന്നെ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കയ്യിൽ നിന്നും തെന്നിപ്പോയാലും അത് അഴിഞ്ഞു പോരില്ല. അപ്പൊ ഇത് ഇപ്പൊ അഴിഞ്ഞു പോരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ ആ ഒരു ഫ്ലവറിനെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എങ്ങാനും കയ്യിൽ നിന്ന് തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു പോരുട്ടോ പെട്ടെന്ന്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അഴിഞ്ഞു വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിൽ നിന്ന് പോന്നാലും പ്രശ്നമില്ല. അപ്പോൾ ഇതേപോലെ ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ബാക്കിൽ കാണുന്ന ആ ഒരു റിബൺ ഇതുപോലെ ഉരുക്കിയിട്ട് കളഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് ഫ്ലവറിന്റെ മേക്കിംഗ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് കളേഴ്സിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 4 സെന്റിമീറ്ററിന്റെ നീളത്തിൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പാണ്. നമുക്ക് ഇതുപോലെ ഒരു 3 കളറിൽ ഫ്ലവേഴ്സ് ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് കേട്ടോ. കാണാൻ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഫോണിൽ കാണുന്നതിനേക്കാളൊക്കെ ഭംഗിയുണ്ട് കേട്ടോ. ഇത് 3 സെന്റിമീറ്ററിന്റെ അലിഗേറ്റർ ക്ലിപ്പാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കറക്റ്റ് നോക്കിയിട്ട് അവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ നമുക്ക് ഇതേപോലെ തന്നെ 3 ഫ്ലവേഴ്സ് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്കായിരിക്കും നല്ലത്. ഇനി ഇതേപോലെ നമുക്ക് ലീഫ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ സാറ്റിൻ റിബൺ ഗ്രീൻ കളറിലുള്ള എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇതേപോലെ നമ്മൾ ഒരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു മടക്കുണ്ടല്ലോ, ആ ഒരു മടക്കിൽ നമ്മൾ ലൈറ്റർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അവിടെ ഒരു ലൈന് വിടാനായിട്ടാണ്. ഇനി നിവർത്തി കൊടുത്തിട്ട് അതിൻ്റെ അറ്റങ്ങളൊക്കെ ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ, നൂല് പോരാതിരിക്കാനായിട്ട്. താഴ്ഭാഗം അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡിലേക്കും ഇതേപോലെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് ലൈറ്റർ വെച്ചിട്ട് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഓരോ ഫ്ലവേഴ്സിന്റെയും അതുപോലെ അതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ താഴെയായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാണ് വേണ്ടത് കേട്ടോ. അപ്പൊ 3 കളേഴ്സിലുള്ള ഫ്ലവറും ഇതുപോലെ ലീഫ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് വെച്ചു കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ലീഫ് ഇല്ലാതെ ഞാൻ ആദ്യം കാണിച്ചില്ലേ, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ലീഫ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇതേപോലെ കണ്ടില്ലേ, ഫിക്സ് എടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് കാണിച്ചില്ലേ ലീഫ് വെക്കാതെ, അതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. അപ്പൊ ഇന്ന് കാണിക്കുന്നത് എല്ലാതും നമുക്ക് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ചെറിയ അലിഗേറ്റർ ക്ലിപ്പില്ലേ, ആ ഒരു ക്ലിപ്പിൽ നമുക്ക് ഈ ഒരു 2 കളർ മാത്രമായിട്ട് വെക്കാം കേട്ടോ. ആ ഒരു ഓറഞ്ചും വൈറ്റും ആയിട്ട് വെക്കാം. ഗ്രീൻ കളറിന് നമ്മൾ ഈ ഒരു ലീഫ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ഗ്രീൻ കളറിൽ ഫ്ലവർ വേണമെന്നില്ല, നമുക്ക് ആ ഒരു 2 കളർ മാത്രമായിട്ട് ചെയ്യാം. ഇനി ഇപ്പൊ കാണിച്ചില്ലേ ആ ഒരു ഫ്ലവറിന്റെ ലീഫ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ കളറിലുള്ള. എന്നിട്ട് ഇതേപോലെ ചരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ അളവൊക്കെ ഒരു സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഉരുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഗ്ലൂ ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ഉരുക്കി ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം കണ്ടില്ലേ, എൻ്റെ അറ്റത്ത് കറക്റ്റ് ഒട്ടിയിട്ടില്ല. അപ്പൊ ആ ഭാഗവും ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള റിബൺ ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകി പോകും കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യാം. ഇപ്പൊ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു ലീഫിലേക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ 2 ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ഹെയർ ക്ലിപ്പ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇതേപോലത്തെ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഒട്ടിച്ചിട്ടില്ല, വെറുതെ വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതേപോലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പൊ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് വൺ ടൈം യൂസ് ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഫ്ലവർ നല്ല ഭംഗിയുണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത ഏകദേശം ഇതേപോലെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്ലിപ്പിൽ ഏതാ ഇഷ്ടമായെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് ഹെയർ ബോൾ സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഹെയർ ബോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബോളാണ് ഫിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലവേഴ്സ് ആയത് കാരണം തന്നെ നമുക്ക് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു ഓറഞ്ച് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ. ഇത് രണ്ടാമത് കാണിച്ചിട്ടുള്ള ലീഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഈ ഒരു ലീഫ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അത് ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഈ 2 മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് 3 കളേഴ്സിലും ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓറഞ്ച്, വൈറ്റ്, ഗ്രീന് അങ്ങനെ 3 കളേഴ്സിലും ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് കാണിക്കുന്നത് നമ്മൾ ആദ്യം ചെയ്തിട്ടില്ലേ ഈ ഒരു ലീഫ് വെച്ചിട്ട്. അപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ചെയ്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ പോവാട്ടോ, നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഓരോ ഫ്ലവേഴ്സും ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഗ്ലൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒക്കെ ചരിച്ചിട്ടാണ് ഇതുപോലെ ലീഫ് ഇതുപോലെ ചരിഞ്ഞിരിക്കുന്ന തരത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറൊരു ടൈപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കിത് വൺ ടൈം യൂസ് അല്ല, നമുക്ക് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞാലും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് ഇത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫ്ലവേഴ്സും അതിൻ്റെ ലീഫൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് മെത്തേഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് വെച്ചെടുക്കാം. അപ്പോൾ ആദ്യം കാണിച്ചതുപോലെ അല്ല കേട്ടോ, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേയുടെ പാർട്ട് 1, 2 അങ്ങനെ 2 വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുള്ള മോഡൽസ് ഒക്കെ നമുക്ക് അന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പാർട്ട് 3യും ഇപ്പം ഈ കാണിച്ചിട്ടുള്ള പാർട്ട് 4ഉം നമുക്ക് വൺ ടൈം യൂസ് അല്ല, അത് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞാലും നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡലാണ് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് 5 വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.